ഇന്ന് 2020 മെയ് മാസം 10-ാം തീയതി വിശുദ്ധ ഞായർ ദിവസം. പ്രഭാത ആരാധനയിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവമേ, അങ്ങന്റെ ദൈവം അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആരാധനയുടെ ആരംഭമായി നമുക്കെല്ലാവർക്കും തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ ജീവന്റെ ഉടയവനും പരിപാലകനുമായ കർത്താവേ, ഏറെ ശാന്തതയും അനുഗ്രഹവും നിറഞ്ഞ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത മണിക്കൂറിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെ ദൈവാലയമായിട്ട് കാണാനും ഭവനത്തിലിരുന്ന് വിശ്വാസ സമൂഹത്തിന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും അവിടുന്ന് ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. ലോകമാസകലം നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ പ്രയാസങ്ങൾ കർത്താവേ അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങൾക്ക് സഹായം നീ ചെയ്തു വരികയാൽ നന്ദി പിതാവേ. ഒരു പൂർണ്ണമായ ആശ്വാസം, ഒരു പൂർണ്ണമായ വിടുതൽ, ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങ് തന്നുകൊണ്ടിരിക്കുകയാൽ, അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനായ ദൈവമേ, കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഒരാഴ്ചയിലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഭയഭക്തിയോടുകൂടെ ആദരവോടുകൂടെ അവിടുത്തെ സന്നിധാനത്തിൽ കർത്താവേ വിനയത്തോടെ ഇരിപ്പാൻ വീണ്ടും ഒരു അവസരം തന്നതിനായി നന്ദി. ഞങ്ങൾ ആരാധനയ്ക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ മറ്റ് ചിന്തകളൊന്നും ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിൽ വരരുത് തമ്പുരാനെ. ഞാനും എൻ്റെ ദൈവവും ആ ഒറ്റ ചിന്തയിൽ മാത്രം ഈ സമയമായിരിക്കാൻ, അതിലൂടെ ആ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുപ്പാൻ യേശുവേ നീ സഹായിക്കണം. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ആരാധന എല്ലാവർക്കും ഒരു ആശ്വാസവും അനുഗ്രഹവുമാക്കണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. സകലമാനോ മഹത്വം അവിടത്തേക്ക്, യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 29ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. എൻ ദൈവം രാജൻ നീ തന്നെ, കാരുണ്യ രക്ഷക എന്ന് തുടങ്ങുന്ന ക്രിസ്തീയ ഗീതത്തിലെ 29ാമത്തെ പാട്ട്. ദൈവം രാജൻ നീ തന്നെ, കാരുണ്യ രക്ഷക, നാവായിരം
പ്രസ്താവിച്ചിടുവാൻ എന്റെ രക്ഷകായൻ ദൈവമേ തുണയ്ക്കണം ആവാ. എൻ സങ്കടങ്ങൾ നീക്കുമേ നിന്നാമം യേശുവേ. എൻ ജീവൻ സൗഖ്യം ഭാഗ്യമേ പേരിൻപനാമേ. പാപത്തിൻ ശക്തി നീക്കുമേ വീണ്ടും പാപിയേ. വിശുദ്ധിയുള്ളോരാക്കുമേ നിൻ രക്തം യേശുവേ. നിൻ ശബ്ദം എത്രയോ ബലം ചത്തുർക്കു ജീവന. എന്നോ വ്യാകുലം ആദാനില്ലാതയ. നോക്കിൻ പുരോഗജാതികൾ ആരാധിച്ചിടുവിൻ. വിശ്വാസം മൂലം പാപികൾ തൻ നീതി നേടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിന് സ്തുതി മഹത്വവും കരേറ്റാൻ ആരാധനക്രമത്തിലെ 4-ാമത്തെ പുറത്തിൽ കാണുന്ന 2-ാമത്തെ സ്തുതിലിത്താനി പ്രാർത്ഥനയോടെ ഉപയോഗിക്കാം. സ്തുതിലിത്താനികൾ 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണം, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം ശാന്തമായി നമ്മെ ക്രൂശിന്റെ അടിവാരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. നാം എല്ലാവരും പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോയവ. നമ്മിൽ വന്നുപോയ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ, തെറ്റുകൾ, കുറവുകൾ എല്ലാം യേശുവിനോട് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ ഒരു മകനായി മകളായി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പാപങ്ങൾ, കുറവുകൾ എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ആരാധനക്രമത്തിലെ 10-ാമത്തെ പുറത്തിലെ 2-ാമത്തെ പ്രാർത്ഥന ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോട് അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ അങ്ങ് ചെവിക്കൊള്ളണമേ.
ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാവലിയ കരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ആ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ പാപങ്ങളെ തമ്പുരാൻ ക്ഷമിച്ചു തന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സംഭവ ബാഹുല്യം നിറഞ്ഞതായ ഈ കഴിഞ്ഞ ആഴ്ചയില് അതിശയകരമായിട്ടാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചത്. നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകമായിരക്കണക്കിന് ജനങ്ങൾ വളരെ പെട്ടെന്ന് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മാറ്റപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും നിന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. ദൈവത്തിന്റെ കൃപയാൽ മാത്രം. ആ വലിയ കൃപയ്ക്കായി മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. യേശുവേ, നീ എന്നെ നടത്തിയതിനായി സ്തോത്രം. എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. എന്റെ കഷ്ടങ്ങളിൽ അടുത്ത തുണയായി, പ്രതിസന്ധികളിൽ ആലോചന നൽകി, ധൈര്യം നൽകി എന്നെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ദൈവത്തിന്റെ മനഃപൂർവ്വമായി സ്തോത്രം അർപ്പിച്ച് 17ാമത്തെ പുറത്തിലെ ലിത്താനി, സ്തോത്ര ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് സഭ വിനയപൂർവ്വം പറയുക. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും, അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും, ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും, ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായി പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടി, സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി, സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശ്യരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും, സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല സന്ദർഭങ്ങൾക്കായും ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പ് കാരണമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 176ാമത്തെ പാട്ട് നമുക്ക് രണ്ടാമത്തെ പാട്ടായിട്ട് എല്ലാവർക്കും ചേർന്ന് പാടാം. ശുദ്ധിക്കായി നീ യേശു സമീപെ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ എന്ന് തുടങ്ങുന്ന ക്രിസ്തീയ ഗീതത്തിലെ 176ാമത്തെ പാട്ട്. ശുദ്ധിക്കായി യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, അവൻ വേണ്ടിൻ ആശ്രയമെല്ലാം വച്ചോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ
ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ദിനം തോറും രക്ഷിതാവിൻ പക്ഷത്തിൽ നടന്നിടുന്നു നീ ശുദ്ധിയിൽ ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ മണവാളൻ വന്നിടുമ്പോൾ നിൻ വസ്ത്രം വെണ്മയേറിയതായി കാണുമോ മോക്ഷലോകേ വാസം ചെയ്യുവാൻ നിന്നാത്മം യോഗ്യമായ നാളിൽ തീരുമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ അപലേച്ച എന്റെ വസ്ത്രം നീ മാറ്റി കുഞ്ഞാട്ടിൻ രക്തത്തിൽ ദോഷികൾക്കായൊരു ജീവൂറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 130 സങ്കീർത്തനം പ്രതിവാക്യമായി പറയാം. 130 സങ്കീർത്തനം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളെ പ്രതിവാക്യമായി പറയാം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗങ്ങളെ കേൾപ്പിൻ. യോനയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം പഴയ നിയമ പാഠഭാഗമായി കേൾപ്പിൻ. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ പഴയ നിയമ പാഠഭാഗമായി കേൾപ്പിൻ. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്ത് വർത്തമാനം നിനവെ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ചു, രട്ട് പുതച്ചു വെണ്ണീരിൽ ഇരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും
ആസ്വദിക്കരുത്. മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. ദൈവമേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സുവിശേഷ പാഠഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 19-ാം അധ്യായം ആദ്യത്തെ 10 വാക്യങ്ങളെ സുവിശേഷ പാഠഭാഗമായി കേൾപ്പിൻ. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ വായിച്ച കേട്ട പാഠഭാഗങ്ങൾ തുടർന്നുള്ള ചിന്തയ്ക്ക് തമ്പുരാൻ അനുഗ്രഹിച്ചു തരട്ടെ. ആമേൻ. നാം സ്വീകരിച്ച് ഏറ്റുപറയുന്ന നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ നമുക്ക് ധൈര്യമായി പറയാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ സമയം വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ പാതിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തോടെ അല്പസമയം നമുക്കിരുന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ദൈവം ഒരുക്കി തന്ന ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ അവസരം. സഹവിശ്വാസികളോട് കൂടി ചേർന്ന് ആരാധിപ്പാനും പ്രാർത്ഥിക്കാനും കിട്ടിയ ഒരു വലിയ ഭാഗ്യം. നൊമ്പരങ്ങൾ ഏറെ ഉണ്ടായേക്കാം. ആരോട് പറയാൻ എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഒട്ടും പറ്റുന്നില്ല, ചിലപ്പോഴൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകാം. കാരണം യേശു പറഞ്ഞുവല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഷ്ടതകളുണ്ട്, സന്തോഷവും ദുഃഖവും എല്ലാം നിനക്ക് ഞാൻ വച്ചേക്കുന്നു. യേശു പറയുകയാണ് നിന്റെ ജീവിതത്തിലെ വേദനകളും നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഞാൻ നിനക്ക് വച്ചേക്കുന്നു.
പക്ഷേ എങ്കിലും നിന്റെ വേദനകളിലും അതിനതിജീവിപ്പാനുള്ള കരുത്ത് ഞാൻ നിനക്ക് തരും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നതും വിശ്വസിക്കുന്നതും, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരുന്നില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ വേദനകളായിരുന്നാലും എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ടേ വരികയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ ദൈവം, അതിന് പരിഹാരം ദൈവം എനിക്കായിട്ട് വച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാമോ? ഈ പകൽക്കാലം ദൈവം എന്നെ മറന്ന് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പറയുന്ന, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സങ്കീർത്തനക്കാരൻ പറയുന്നു, തമ്പുരാനെ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും നിന്റെ മുമ്പിൽ ഇതാ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ ഇതായിരിക്കുന്നു, അതിൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ലല്ലോ. എൻ്റെ ആഗ്രഹങ്ങളെ നീ സഫലീകൃതമാക്കണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബ ജീവിതങ്ങൾക്കായും നമ്മുടെ മക്കൾക്കായും യേശുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം തരാൻ യേശു ഉണ്ട്. ലോകം തരാത്ത സമാധാനം ഞാൻ നിനക്ക് തരും എന്നാണ് ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് സമാധാനമില്ലാത്തത് എന്നൊന്ന് ശാന്തമായി ചിന്തിക്കൂ. ആ കാരണത്തെ ആ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇറക്കി വയ്ക്കാം. ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കൂ. എന്ത് കാരണം കൊണ്ടാണ് യേശുവേ എനിക്ക് സമാധാനമില്ലാത്തത്? നമുക്ക് ഒരുമിച്ച് ആ കാര്യത്തെ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അവൻ ആ കാര്യത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും സമാധാനമില്ല എന്ന് പറയുന്ന ആ കാര്യം, അത് എന്തോ ആകട്ടെ, ദൈവത്തിന് അത് വിഷയമല്ല. യേശു അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ നിന്നെ പുലർത്താം. യേശുവാണ് പറയുന്നത്, നിന്റെ ഭാരത്തെ എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നമ്മൾ യേശുവിൻ്റെ സന്നിധാനത്ത് നമ്മുടെ ഭാരങ്ങളെ ഇട്ട സമയം നമ്മുടെ ഭവനങ്ങളെല്ലാം മക്കളെയും ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ ഭാവി ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ചിന്തിക്കണ്ട, ആകുലപ്പെടേണ്ട, അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷെ ഭാവി ജീവിതത്തിനായി നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയായി തീരാൻ. വിദ്യാഭ്യാസ ക്രമങ്ങൾ പലയിടങ്ങളിലും പലപ്പോഴും ഒക്കെ പുതിയ തലത്തിലൂടെ ലഭ്യമായി തുടങ്ങിയ ഒരു കാലഘട്ടം. നമ്മുടെ മക്കൾ അതിൽ തൃപ്തരാകാൻ, ആ വിദ്യാഭ്യാസ ക്രമങ്ങൾ ഉൾക്കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസങ്ങളിലായിരിക്കുന്നവർ, അവരെല്ലാവരെയും ദൈവത്തിൽ സമർപ്പിക്കാം. PSC ക്ലാസ്സുകളിലൊക്കെ പോയി പഠിക്കുന്നവർ ഒരുപാട് ആൾക്കാരാണ്. ഒരു തൊഴിൽ കിട്ടണം എന്ന് മനസ്സിന് ചിന്തിച്ച് ഉറച്ച് അങ്ങനെ രാവും പകലും മെനക്കെട്ട് പഠിക്കുന്ന ആൾക്കാർ, പൈസകൾ മുടക്കി പഠിക്കുന്നവർ, ഒന്ന് ഞാൻ ശ്രമിച്ചു നോക്കും എന്നൊക്കെ ഒരു തീരുമാനമെടുത്ത് പഠിക്കാൻ ഇറങ്ങി തിരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്നേഹിതരെ, നമ്മൾ ശ്രമിക്കുമ്പോൾ ഫലം അവൻ തരും. അത് യാഥാർത്ഥ്യമാണ്. യേശുവേ, നീ എനിക്ക് തരുന്ന ഫലത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഒരു തൊഴിലെത്ര വേഗം കിട്ടി സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ തീയതി നിശ്ചയിച്ചൊക്കെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാർ, തക്ക സമയത്ത് വിവാഹങ്ങൾ നടക്കാൻ, എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാനായിട്ട് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു ഒരുപാട് വർഷമായി, കർത്താവേ
ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭ പ്രാർത്ഥിക്കുന്നു, എന്റെ കുടുംബക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാറ്റിനുപരി ഞാൻ തന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്കൊരു കുഞ്ഞിനെ കാണാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയില്ല. കരയണ്ട, വിശ്വസിക്കുക. നീ നിരാശപ്പെടേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരിനെ പകരുക. നീ ഒരിക്കലും നിരാശപ്പെടേണ്ട, വിശ്വസിക്കുക. ദൈവത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ദൈവം അതിന്റെ ഫലം തരും. അവൻ തന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ മെച്ചമായ ഫലമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങളിൽ തരാൻ പോകുന്നത്. ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാര്. കൂലിവേലകൾ ഇല്ല ഈ കാലഘട്ടത്ത്. തൊഴിൽ മേഖലകൾ സ്തംഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, വരുമാന മാർഗങ്ങളില്ലാത്ത ഒരു സമയം. എല്ലാവരെയും കർത്താവിൽ സമർപ്പിക്കാമോ? കർത്താവെ, അന്നുള്ള അന്നം അത് ദൈവകൃപയുടെ വെളിപ്പാടാ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹം തരുന്നത് ദൈവമാണ്. കർത്താവെ, അത് നീ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഒരു പട്ടിണിയില്ലാത്തൊരു ജീവിതം, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? കടഭാരങ്ങളാൽ അലയുന്നവർ, മുങ്ങി താണുകൊണ്ടിരിക്കുന്നവർ, എന്ന് കർത്താവെ എനിക്കൊരു കടഭാരം, എന്റെ കടഭാരം തീരുന്നത്, ഞാൻ അധ്വാനിക്കുന്ന എന്റെ സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലാകാം, ആവശ്യമില്ലാതെ പഴിച്ചിലവുകളാകാം. എന്റെ സമ്പത്ത് എനിക്ക് നിലനിൽക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർ നമ്മുടെ ആലയത്തിലുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുകയാണ്. അവർക്ക് തക്ക സമയത്ത് കുഞ്ഞുങ്ങൾ കിട്ടാൻ, ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ മാറോടണയ്ക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകാം. ഈ കാലഘട്ടത്തിൽ എല്ലാ ക്ഷീണങ്ങളും അതിജീവിച്ച് ധീരതയോടെ മുന്നോട്ട് പ്രയാണം ചെയ്യാൻ ദൈവം അവർക്ക് ശക്തി കൊടുക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ഏകാന്തത അനുഭവിക്കുന്നവർ, ആരുമില്ലല്ലോ എന്ന് കരയുന്നവർ, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന എത്രയോ ആൾക്കാര് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് വേദനിച്ച് ആ വേദനകളെ സ്വയം കടിച്ചമർത്തി ജീവിക്കുന്നവർ ആരോട് പറയാനുണ്ട്? എനിക്ക് ആരോട് പറയാനുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കരയും നിങ്ങൾ. ദൈവത്തിന്റെ സന്നിധിയിൽ കരയാമോ നമുക്ക്? യേശുവേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല അപ്പ. എന്നെ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവർ നിന്ദിക്കുകയാണ്, പഴിക്കുകയാണ്. എനിക്ക് ആരുമില്ല കർത്താവേ, നീ മാത്രമേ ഉള്ളൂ. ഒന്ന് കരയുക നിങ്ങൾ. യേശുവേ, നിന്റെ സന്നിധാനത്തിൽ ഞാനിതാ കരയുന്നു. ദൈവത്തിന് മുമ്പാകെ കരയുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആരുമില്ല എന്ന് തോന്നി, എല്ലാമായി എൻ്റെ നിങ്ങളുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ ഒരിക്കലും അനാഥരായിട്ട് വിടുന്ന ദൈവമല്ല. വിശ്വാസത്തോടെ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സുവിശേഷ വേലകൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറി പ്രസ്ഥാനങ്ങൾക്കായും സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ചും കൊറോണയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന വലിയ പ്രയാസത്തിനൊക്കെ ശമനം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യാമോ? ഒരു പൂർണ്ണമായ ആശ്വാസം കർത്താവേ നീ തരണമേ. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, കർത്താവേ ഉപജീവന മാർഗങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എല്ലാറ്റിനുപരി ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ ഓടിക്കൂടാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ആലയത്തിൽ പോയി ഞങ്ങളുടെ സങ്കടങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എത്ര വേഗം തരണമേ അപ്പ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന്റെ ഭയാനകരമായ ബന്ധനങ്ങൾ പൂർണ്ണമായിട്ട് മാറാൻ ദൈവത്തോട് നമുക്ക് പറയാമോ? നമ്മുടെ നാട്ടിലൊക്കെ അത്രത്തോളം കഷ്ടതയില്ലായെങ്കിലും മറ്റ് പലയിടങ്ങളിലും ഒരുപാട് കഷ്ടതകളാണ്. പല സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റുകളിലൊക്കെ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുവേ, നിന്റെ പ്രവർത്തനം അവിടെയൊക്കെ എല്ലായിടങ്ങളിലും ഉണ്ടാകണമേ. നിനക്ക് മാത്രമേ സാധിക്കൂ ഇതിനൊരു ശമനം തരാൻ. ദൈവത്തോട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കാം. നമുക്ക് സമ്പൂർണമായി നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
നമുക്കൊരു പ്രാർത്ഥനാ ഗാനം എല്ലാവർക്കും ചേർന്ന് പാടാം. എന്നേശുവല്ലാതെനിക്കൊരാശ്രയം ഭൂമിയിൽ, തന്മാർവിലല്ലാതില്ലെനിക്ക് വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ എൻ്റെ പ്രിയനാണ്. എൻ്റെ യേശു അല്ലാതെ എനിക്ക് ആശ്രയമായിട്ട് ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അതാണ് ഈ പാട്ട്. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിട്ട് എൻ്റെ കർത്താവിൻ്റെ മാറിടത്തിൽ ഞാൻ ചാരിയിരുന്ന് ആശ്വാസം പ്രാപിക്കും. അതാണ് നമ്മളിന്ന് പാടാനായിട്ട് പോകുന്ന പാട്ട്. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കണ്ണുനീരോടെ ഈ പാട്ടിൻ്റെ വരികളിൽ പങ്കുചേരാമോ? എല്ലാവർക്കും ഒരു മനസ്സോടെ നമുക്ക് പാടാം. എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂമിൽ, തന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. തന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ. എൻ്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ ദൈവമേ, അല്പസമയം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പാടാനും പ്രാർത്ഥിക്കാനും നീ നല്ലൊരു അവസരം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയോ ആൾക്കാര് ഇഞ്ചിഞ്ചായിട്ട് ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടപ്പോൾ, പ്രതീക്ഷിക്കാതെ എത്രയോ ആൾക്കാര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, യേശുവേ, ഇത്രത്തോളം സൗഭാഗ്യത്തോടെ സുരക്ഷിതത്വത്തോടെ ഈ ഭൂമിയുടെ ഒരു കോണിൽ പാർക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇന്നിവിടെ പാടിയതുപോലെ എൻ്റെ ക്ഷീണിത രോഗത്തിൽ നീ മാത്രമാണ് എൻ്റെ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല എൻ്റെ രോഗത്തിന് ശാന്തി തരാൻ. യേശുവേ, ഈ നിന്റെ മക്കൾ അടിയൻ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് രോഗികളുണ്ട് കർത്താവേ, മനസ്സ് മുറിവേറ്റവരുണ്ട്. എൻ്റെ കർത്താവേ, ഇവർക്കൊക്കെ മഹാവൈദ്യൻ നീ മാത്രമാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ നിന്റെ ജനത്തിന് മഹാവൈദ്യൻ നീ മാത്രമാണ്. നീ വലിയ വൈദ്യനാണ് കർത്താവേ. നീ അവരുടെ എല്ലാവരുടെയും ശിരസ് മുതൽ പാദം വരെ അങ്ങ് തലോടിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ഹൃദയം പൊട്ടുന്നത് പോലുള്ള വേദനകൾ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചു പോകുന്ന സമയങ്ങൾ വരുമ്പോൾ എൻ്റെ അരികിൽ കടന്നു വന്ന് യേശുവേ, അവിടുത്തെ
അവിടുത്തെ മാറോട് ചേർന്നിരിക്കാൻ അനുവാദം തരുന്ന ഞങ്ങളുടെ കർത്താവേ, ആ യേശു മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം, ആ യേശു മാത്രമാണ് ഞങ്ങൾക്ക് അഭയം എന്ന് ചിന്തിപ്പാനും എന്ന് വിശ്വസിപ്പാനും നീ ഞങ്ങൾക്ക് ഈ നല്ല പ്രഭാതം തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഇന്നത്തെ ആരാധന ദൈവ സാന്നിധ്യം പകർന്നതിനായി സ്തോത്രം. യേശുവേ, ഞങ്ങൾക്കൊരു മനസ്സോടുകൂടി തന്നെ അപ്പൻ ആരാധിപ്പാനുള്ള ഭാഗ്യം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സങ്കടങ്ങളെ തമ്പുരാന്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കാനുള്ള വലിയ ഭാഗ്യം യേശുവേ നീ ഞങ്ങൾക്ക് കരിഞ്ഞു തന്നതിനായി കൊടാനുകൂടി സ്തോത്രം. ഈ ആഴ്ച ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ എഴുന്നേൽക്കുന്നു. അപ്പാ, നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ വിഷയങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും സമർപ്പിച്ചിട്ട് ഞങ്ങൾ എഴുന്നേൽക്കുന്നു. യേശുവേ, ആ വിശ്വാസത്തോടെ ഞങ്ങൾ എഴുന്നേൽക്കുന്നു. ഞങ്ങളോട് കൂടെ എൻ്റെ കർത്താവ് ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു ഉള്ളതിനായി നന്ദി പറയുന്നു. ഈ ആരാധനയുടെ തുടർന്നുള്ള സമയത്തിലും അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ആവസിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമ വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളുടെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വചന കേൾവിക്ക് മുമ്പായി പാഠപുസ്തകത്തിലെ 516 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കരങ്ങളടിച്ച് പാടാനുള്ളവർക്കും ഇതൊരു അവസരമായിട്ട് നിങ്ങൾ കാണുക. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത് സന്തോഷത്തോടെ 516 പാട്ട് നമുക്ക് വചന കേൾവിക്ക് മുമ്പായിട്ട് പാടാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നെ കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനു സ്തുതിയും തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. പ്രാർത്ഥിക്കാം. ദൈവവചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായി തന്നിരിക്കുന്ന സർവശക്തനായ കർത്താവേ, ഈ ആരാധനയുടെ സമാപനമായി അല്പസമയം കർത്താവിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശുവെ സംസാരിക്കുന്ന ബലഹീനനായ അടിയനെ കേൾവിക്കാരായി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ മാനസാന്തരത്തിന് രൂപാന്തരത്തിന് കാരണമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയരെ, ഏറ്റവും സന്തോഷമായ ഒരു ആരാധനയിലാണ് നാം ഓരോരുത്തരും പങ്കെടുത്തിരിക്കുന്നത്. ചില ആഴ്ചകളായിട്ട് നമുക്ക് പ്രകാരം നമ്മുടെ ഭവനത്തിൽ ആരാധനയ്ക്ക് ഇരിപ്പാൻ ദൈവം അവസരം തന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ എത്ര വേഗം നമ്മുടെ ആലയങ്ങൾ തുറന്ന് കിട്ടാൻ നാം ഏവരും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ലൊരു വലിയ സമൂഹത്തിന് ഒരുമിച്ച് കൂടാനുള്ള അവസരം കിട്ടാനായിട്ട് നമ്മുടെ രോഗത്തിൽ നിന്നുള്ള ഒരു മുക്തി നമുക്കുണ്ടായേ തീരൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശേഷാൽ നിങ്ങളെല്ലാവരും നാം ഒരുമിച്ച് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെയുള്ളതായ ഒരു അയവ്, ഒരു സ്വാതന്ത്ര്യം, പുറത്തിറങ്ങാനൊക്കെയുള്ള ഒരു അനുവാദം ഒക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക ഈ സമയത്തും സർക്കാരുകൾ പറയുന്ന ആ പ്രത്യേക മര്യാദ ക്രമങ്ങൾ നിർബന്ധമായി നമ്മൾ പാലിക്കുക. അത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ലോകത്തിനും അത് വളരെ അനുഗ്രഹമാണല്ലോ. നിങ്ങളത് പാലിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും വളരെ ഭദ്രരായിട്ട് ഭവനത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ ഏകദേശം എല്ലാ ഭവനങ്ങളും ഞാൻ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ചുരുങ്ങിയ ഭവനങ്ങളാണ് അവശേഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പവർ ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വാർഡ് വിസിറ്റ് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ ആഴ്ച. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച പറ്റുകയാണെങ്കിൽ 2 വാർഡ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പവർ ഫണ്ടായിട്ട് നിങ്ങളുടെ ഭവനങ്ങൾ കടന്നു വരാനായി സാധാരണ കടന്നു വരുന്ന രാത്രികളിൽ വരുന്ന വിസിറ്റ് 6 മണി മുതലാണ് ഈ സമയങ്ങളിൽ വിസിറ്റ് തുടങ്ങുന്നത്. ഈ വരുന്ന ബുധനാഴ്ച 5ാമത്തെ വാർഡും സോജാ ബേബി ഡിക്കനസിൻ്റെ വാർഡാണ് 5ാമത്തെ വാർഡ്. അതിനെ തുടർന്ന് വരുന്ന ശനിയാഴ്ച അരുൺമി ഡാനി ഡിക്കയുടെ വാർഡ് 6ാമത്തെ വാർഡ്. ഈ 2 വാർഡുകൾ ഈ പുതിയ ആഴ്ച സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ എല്ലാ ഭവനങ്ങളും അതിലേക്ക് വേണ്ടി ഒരുങ്ങുക. അതോടൊപ്പം തന്നെ ഡിക്കന്മാരൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ മാസവരി കാർഡുകൾ ഒക്കെ തന്നിട്ടുണ്ട്. ബർത്ത്ഡേ കവറുകൾ, വിവാഹ വാർഷിക കവറുകൾ, ഇതൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ വിവിധ മുഖാന്തരങ്ങളിലൂടെ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് കമ്മിറ്റി അംഗങ്ങളുടെ കൈവശം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കൊടുത്തേക്കാൻ സാധിക്കും. നല്ലൊരു ശതമാനം കവറൊക്കെ
നിങ്ങൾ നൽകിയതിലുള്ള വലിയ സന്തോഷവുമുണ്ട്. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന ആ വലിയ സന്തോഷങ്ങൾക്കായിട്ട് പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. തുടർന്ന് നമുക്ക് എന്താണ് ഈ ആലയത്തിൽ ആരാധന അർപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഴിവ് പോലെ, നിങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഈ കാലഘട്ടത്തെ പ്രത്യേക ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രം അതിൽ പങ്കെടുക്കുകയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുകയും ചെയ്യാം. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം, വീണ്ടും ഒരു പാത്രമാക്കുന്ന ദൈവം. വേദപുസ്തകത്തിൽ ദൈവത്തിന് വിവിധ പര്യായ പദങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പര്യായ പദമാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വീണ്ടും പാത്രമാക്കുന്നവൻ, വീണ്ടും മെനയുന്നവൻ, വീണ്ടും പാത്രമാക്കുന്നവൻ. ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തികളെ സംബന്ധിച്ച് തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അവസരം ഇല്ല. ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവർ തോറ്റുപോയി കഴിഞ്ഞാൽ ആ സമയം പിന്നെ അവസരം അവർക്കില്ല. ഇത് ഒരു ലോകത്തിൻ്റെ ഒരു തിയറിയാണ്, ലോകത്തിൻ്റെ ഒരു തത്വമാണ്, ഒരു തത്വശാസ്ത്രമാണ്. ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല. പിന്നെ കാണും, അടുത്ത സെക്ഷനിലോ അടുത്ത ടേണിലോ അവസരം കാണും. പക്ഷേ ഇതൊരു ലോകത്തിൻ്റെ തിയറിയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ ദൈവത്തിന് മറ്റൊരു തിയറി നമ്മെ പഠിപ്പിക്കാനായിട്ടുണ്ട്. ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ അതേ സമയത്ത് വീണ്ടും ജയിക്കാനുള്ള ഒരു അവസരം തരുന്ന ഒരു ദൈവം. വേറെ ഏതെങ്കിലും ഒരു അവസരം വരട്ടെ, അടുത്ത ടേൺ വരട്ടെ, അടുത്ത മത്സരത്തിൻ്റെ അടുത്ത ഒരു ജന്മം വരട്ടെ, അടുത്ത ഒരു ജീവിതം വരട്ടെ എന്നൊന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ ഇന്ന് എനിക്കൊരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വീണ്ടും അവസരം തരുന്നതായ ഒരു ദൈവം, വീണ്ടും ഒരു പാത്രമാക്കുന്നതായ ഒരു ദൈവം. അതാണ് ദൈവത്തിൻ്റെ തിയറി, ഗോഡ്സ് തിയോളജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ സമയം എൻ്റെ ജീവിതത്തിൽ ഒരു തോൽവി ഉണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ആ തോൽവിയെ അതിജീവിക്കാൻ ഒരവസരം തരുന്നതായ ഒരു ദൈവം, വീണ്ടും പാത്രമാക്കി മെനയുന്ന ഒരു ദൈവം. 2-3 കാര്യങ്ങൾ വേദപുസ്തകത്തിന്. ഒന്നാമത്, കുശവന്റെ കയ്യിൽ ഉടഞ്ഞുപോയ പാത്രം വീണ്ടും പാത്രമാക്കുന്ന കുശവൻ. കുശവന്റെ കയ്യിൽ നിന്നും ഉടഞ്ഞു പോകുന്ന പാത്രത്തെ, ഉടഞ്ഞ് ചെളിക്കൂമ്പാരമായി തീരുന്ന പാത്രത്തെ വലിച്ചെടുത്ത് ദൂരെ എറിയാതെ താഴെ വീഴുന്ന ചെളിക്കൂമ്പാരത്തെ വീണ്ടും കയ്യിലെടുത്ത് വീണ്ടും പാത്രമാക്കുന്ന ഒരു കുശവൻ, ഒരു ദൈവം. ദൈവം യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് അയക്കുന്ന ആ ഒരു സന്ദർഭം നമുക്ക് ഏവർക്കും അറിയാം. യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് അയച്ചപ്പോൾ കുശവൻ, മണ്ണിൽ പണി ചെയ്യുന്നവനാണ് കുശവൻ ഒരു പാത്രമുണ്ടാക്കുകയാണ്. യിരെമ്യാവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് യിരെമ്യാവിനെ അയച്ചത്. അത് കുറെ ഇങ്ങനെ പണിത് വന്നപ്പോൾ ആ പാത്രം പൊട്ടിപ്പോയി. ആ കളിമൺ പാത്രം പൊട്ടി താഴെ വീണു. യിരെമ്യാവ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുശവൻ എടുത്ത് ദൂരെ എറിയുന്നില്ല, തറയിൽ നിന്നും അതിനെ വലിച്ചെടുത്ത്, കരണ്ടിയിട്ട് ഇളച്ചെടുത്ത്, കൈയിട്ട് വലിച്ചെടുത്ത് അതിനെ തൻ്റെ സ്വന്തം കയ്യിൽ വെച്ച് വീണ്ടും പാത്രമാക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അവിടെ ഒരു പുതിയ പാത്രം രൂപം കൊള്ളുകയാണ്. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, യിരെമ്യാവ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, എൻ്റെ ജനത്തെ ഞാൻ ഇതുപോലെ വീണ്ടും മെനയും, വീണ്ടും പാത്രമാക്കും എന്നുള്ളതാണ്. ഉടഞ്ഞുപോയ പാത്രത്തെ വീണ്ടും പാത്രമാക്കുന്ന കുശവനായ ഒരു കർത്താവ്, ഒരു ദൈവം. പ്രിയരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നതായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒന്ന് ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ ഒന്നിങ്ങനെ രൂപപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് രൂപപ്പെടുത്തി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ ഒന്ന് രൂപപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവം ഉപേക്ഷിക്കുന്നില്ല. ദൈവം പറയുകയാണ്, നീ പേടിക്കേണ്ട, ഞാനും കൂടെ ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ മെനയാമോ, ഒന്നുകൂടെ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്താമോ, ഒന്നുകൂടെ ഉടഞ്ഞതിനെ ശരിയാക്കാമോ എന്നുള്ളതാണ്. നമ്മുടെ തകർന്ന അവസ്ഥയിൽ ഇടപെടുന്നതായ ഒരു കുശവനായ ഒരു ദൈവം, ഉടഞ്ഞ അവസ്ഥയിൽ, തകർന്നു പോയ അവസ്ഥയിൽ, തരിപ്പിണമായി പോയ അവസ്ഥയിൽ ഇടപെടുന്നതായ ഒരു ദൈവം. ഞാൻ ഈ പള്ളിയിലെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ പാടിയ ഒരു പാട്ട് അവിടെ ഓർമ്മ വരികയാണ്. അതൊന്ന് പാടി അങ്ങ് വിടാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. നമുക്കൊന്ന് ചേർന്ന് പാടാമോ? നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. നീ തകർന്നവനാണോ, നീ തകർന്നവളാണോ, ഞാൻ നിന്റെ രക്ഷകനായിട്ട് കൂടെ ഉണ്ട് എന്ന് യേശു പറയുകയാണ്. ഒന്നാമത്തെ ഭാഗം ഞാൻ വിടാനായിട്ട് ആഗ്രഹിക്കുന്നു, വീണ്ടും പാത്രമാക്കാൻ. നീ തകർന്ന വ്യക്തിയാണോ? നിന്നെ ഞാൻ വിട്ടുകളയുകയില്ല, നിന്നെ ഞാൻ മെനയാൻ, നിന്നെ ഒന്ന് രൂപപ്പെടുത്താൻ, ഒന്ന് ശക്തീകരിക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുക. രണ്ടാമത് വീണ്ടും പാത്രമാക്കുന്ന കർത്താവിന്റെ രണ്ടാമത്തെ ചിത്രം, അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായി എന്ന് വേദപുസ്തകത്തിൽ പറയുക. അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായി എന്നാണ് പറയുക. യോന 3:1 നമ്മൾ ഇന്നിവിടെ വായിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു. അപ്പൊ ഒരുപക്ഷെ ആ സംഭവം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. നിനവെ നശിച്ചുകൊണ്ടിരുന്നതായ ഒരു പട്ടണം, അസാധാരണമായ ജീവിത ശൈലിയിലൂടെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കള്ളത്തനങ്ങളിലൂടെ ഒക്കെ ജീവിച്ച് മുന്നേറിയതായ ഒരു മഹാനഗരമാണ് നിനവെ. അതിന് എതിരായിട്ട്, അവരുടെ പ്രവൃത്തികൾക്കെതിരായിട്ട് പ്രസംഗിക്കാനായിട്ട് യോനയെ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ യോന ചിന്തിച്ചു, അവിടെ വമ്പന്മാരാണ്, അവിടെ ആയുധശാലികളാണ്, അവിടെ ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ജീവനോടെ വച്ചേക്കില്ല. അതുകൊണ്ട് സൗകര്യാർത്ഥം നിലവിലേക്ക് പോകേണ്ട യോന തർസീസിലേക്ക് കപ്പൽ കയറി യാത്രയായി. അവിടെ കോളിളക്കങ്ങൾ വന്നു. അവിടെ ആഴങ്ങളുടെ ആഴങ്ങളിൽ യോന എറിയപ്പെട്ടു. യോനയെ മഹാമത്സ്യം കരയിൽ കൊണ്ട് ഛർദ്ദിച്ചു വെച്ചു. യോനയെ അങ്ങനെ ദൈവം രക്ഷപ്പെടുത്തി. യോനയെ നശിപ്പിച്ചു കളഞ്ഞില്ല. അവിടെ നോക്കണം, നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോന നിനവയിലേക്ക് പോയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ അത് ചെയ്യുക. അത് ചെയ്യാതെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം യോന ചെയ്തു. ആഴങ്ങളുടെ ആഴങ്ങളിലേക്ക് യോനെ എടുത്തെറിയപ്പെട്ടു. ആഴങ്ങളുടെ ആഴങ്ങളിലേക്ക് യോനെ എറിയപ്പെട്ടു. അപ്പൊ അവിടെ എനിക്ക് പഴയ ഒരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങളിൽ ഞാൻ വലിച്ചെറിയപ്പെട്ടപ്പോൾ
എൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കണ്ട ഒരു ദൈവം. നോക്കണം, ഇതാണ് ആ ദൈവത്തിന്റെ വലിയ സ്നേഹം. നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കാതെ വേറെ എന്തോ ചെയ്തപ്പോൾ ആഴങ്ങളിലേക്ക്, ഇരുട്ടിലേക്ക് എടുത്ത് എറിയപ്പെട്ടു. 130-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇന്ന് പ്രതിവാക്യമായി പറഞ്ഞപ്പോഴും, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുകയാണ്, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. ആ ആഴങ്ങളിൽ ദൈവം 2ാം പ്രാവശ്യം യോനയോട് ഇടപെട്ടു. മത്സ്യത്തിന്റെ വയറ്റ് ആഴത്തിൽ നിന്ന് യോന നിലവിളിച്ചപ്പോൾ യഹോവയുടെ അരുളപ്പാട് വീണ്ടും 2ാം പ്രാവശ്യം യോനയ്ക്ക് അവിടെ ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള ആഴങ്ങളിൽ വലിച്ചെറിയപ്പെട്ടു എങ്കിൽ, ആരും എനിക്കില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ ആഴങ്ങളുടെ വശങ്ങൾ, ഒറ്റക്കായി പോയി എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിന്റെ ആഴങ്ങളുടെ വശങ്ങൾ, ഒറ്റയ്ക്ക് കടിച്ചമർത്തി കരയുന്ന ജീവിതത്തിന്റെ ആഴങ്ങളുടെ നിമിഷങ്ങൾ, മറ്റുള്ളവർ തള്ളിപ്പറയുന്നത്, മറ്റുള്ളവർ വിടക്ക് എന്നെണ്ണുന്ന പറച്ചിലുകൾ, മറ്റുള്ളവർ പഴിക്കുന്നത്, ദുഷിക്കുന്നത്, ഒറ്റപ്പെടുത്തി നിർത്തുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ആഴങ്ങളുടെ നിമിഷങ്ങൾ, ആഴങ്ങൾ തേടി വരുന്നതായ ഒരു കർത്താവ്. നമ്മൾ മറ്റുള്ളവർ നമ്മളെ തള്ളി പറഞ്ഞു ഒറ്റയ്ക്കായി പോയി എന്ന് ചിന്തിക്കുന്ന ആ പ്രത്യേക സമയങ്ങളിൽ നമ്മൾ അവിടെ കിടന്ന് നിലവിളിച്ചാൽ മതി, എന്റെ കർത്താവ് ആഴങ്ങൾ തേടി നിന്റെയും എന്റെയും അരികിൽ ഓടിയെത്തും. യേശുക്രിസ്തു പറയുകയാണ്, ലോകം നിങ്ങളെ കൈവിട്ടാലും ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ അരുളപ്പാട് യോനയ്ക്ക് 2ാം പ്രാവശ്യം ഉണ്ടായി. യോന അവിടെ രക്ഷപ്പെട്ടു. തുടർന്ന് നമുക്കറിയാം, നിനവയിലേക്ക് തന്നെ പോയി യോനയിലൂടെ അവിടെ വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. ശൗലിനെ പുതിയ പാത്രമാക്കി മെനഞ്ഞ ദൈവം കർത്താവ്, ശൗലിനെ വീണ്ടും പാത്രമാക്കിയവൻ, ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ വീണ്ടും മെനഞ്ഞതായ ദൈവം. പക്ഷേ ആ സംഭവം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഭരണാധിപന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാനായി അധികാരപത്രവുമായി ഇറങ്ങി തിരിച്ചതായ ഈ ശൗൽ അവിടെ കാഴ്ചയില്ലാതെ ആയിത്തീരുകയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ണ് കാണാതെ അവിടെ ഇരുന്നു. 3 ദിവസം കണ്ടുകൂടാതെ ഇരുന്നു. അനന്യാസ് എന്ന് പറയുന്നതായ ശിഷ്യൻ വന്ന് പ്രാർത്ഥിച്ചു, കണ്ണ് തുറക്കപ്പെട്ടവനായിട്ട് മാറി. ശൗൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ പച്ചയായ മനുഷ്യൻ, അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഇടപെട്ട് അവൻ പൗലോസായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം. ദൈവത്തിന് കൊള്ളരുതാത്തവനായിട്ട് ജീവിച്ച ഒരു സന്ദർഭം, ഒരു ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ദൈവം വീണ്ടും അവിടെ ഇടപെടുകയാണ്. ദൈവം വീണ്ടും അവിടെ ഇടപെടുക. ദൈവത്തിന് കൊള്ളാകുന്ന ഒരു മനുഷ്യനായിട്ട് അവിടെ രൂപം പ്രാപിച്ചു, ഒരു സുവിശേഷ വേലക്കാരനായിട്ട് രൂപം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ശൗലിനെ വീണ്ടും പാത്രമാക്കിയ ഒരു ദൈവം, പൗലോസാക്കി മാറ്റിയ ഒരു ദൈവം നമ്മെല്ലാവരെയും വീണ്ടും രൂപാന്തരപ്പെടുത്താൻ, വീണ്ടും ആശ്വാസം നൽകാൻ, വീണ്ടും സമാധാനം നൽകാൻ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇതാണ് ദൈവത്തിന്റെ തിയറി എന്ന് പറയുന്നത്. ലോകം എന്ന് പറയുന്നത് ഒരിക്കൽ ഉപേക്ഷിച്ചാൽ പിന്നെ അവിടെ അവസരമില്ല. പക്ഷെ ദൈവം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നീ 1 2 പ്രാവശ്യം വീണാലും, നീ എത്ര വട്ടം വീണാലും, നിന്റെ ആഴത്തിൽ നിന്ന് നീ കിടന്ന് കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ നിന്റെ അരികിൽ നീണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കരം, അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കരം. നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം, നീ കിടന്ന് കരയുന്ന നിന്റെ കട്ടിലിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം, നിന്റെ ജോലി സ്ഥലങ്ങളിൽ നീ പോകുമ്പോൾ ആരുമില്ല എന്ന് ചിന്തിച്ച് മാറിയിരിക്കുമ്പോൾ നിന്റെ ഇരിപ്പിടത്തിലേക്ക് ഓടിയെത്തുന്ന, നീണ്ടുവരുന്ന, വീണ്ടും വരുന്ന ദൈവത്തിന്റെ കരം. അതാണ് നമ്മൾ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ആഴ്ച ആ ഒരു ധൈര്യം നമുക്ക് പ്രാപിക്കാമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ അരികിലേക്ക് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരം, എന്നെ വീണ്ടും മനയുന്ന ദൈവത്തിൻ്റെ കരം, എന്നെ വീണ്ടും സ്നേഹിക്കുന്ന, എന്നെ വീണ്ടും മാറോടണയ്ക്കുന്ന
എന്നെ തള്ളിക്കളയുന്ന ഒരു കരമല്ല, നീ വേണ്ട എന്ന് പറയുന്ന ഒരു കരമല്ല, നീ വേണം എന്ന് പറയുന്ന എൻ്റെ ദൈവത്തിന്റെ കരം. ഈ കരം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധന നമുക്കിന്ന് നിർത്താമോ? ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ആഴ്ച നമുക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഈ എൻ്റെ ദൈവത്തിൻ്റെ കരം, ഈ ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്ന, വീണ്ടും എന്നെ മാറോട് ചേർത്ത് പുണരുന്ന ആ ദൈവത്തിൻ്റെ കരം, ആ ദൈവത്തിൻ്റെ നെഞ്ച്, ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അപ്പോൾ ഒരിക്കലും തളർന്നു പോകുകയില്ല. അതാണ് ഒരു ചിന്ത, ഒരിക്കലും തളർന്നു പോകുകയില്ല. ഈ വാക്കുകളാൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദൈവകൃപ പ്രാർത്ഥനയോടുകൂടെ നേരുന്നു. തളർന്നു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാമോ? ആഴങ്ങളിൽ കിടന്ന് നിലവിളിക്കാമോ? അവിടെ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തി നമ്മെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന ആ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും പ്രാർത്ഥനയോടെ നേരുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. യേശുവേ, ഞങ്ങൾക്കിന്ന് ആരാധനയെ പങ്കെടുപ്പാൻ, ഞങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വയ്പ്പാൻ, ഞങ്ങളെ വീണ്ടും പാത്രമാക്കുന്ന, വീണ്ടും ഞങ്ങളെ രക്ഷിക്കുന്ന, വീണ്ടും ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിന്തിപ്പാൻ ഈ നല്ല സമയം ദൈവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് കൊടാനുകൂടി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ എഴുന്നേൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും യേശു കൂടെ ഇരിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവേ, ഞങ്ങളോട് അതെല്ലാം ക്ഷമിക്കണം. ഇതിലുചിതമായി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ കർത്താവ് നൽകുന്ന ആശീർവാദം കൈക്കൊള്ളുവേ. നിങ്ങളെല്ലാവരും സമാധാനത്തോടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായും പുറപ്പെടുവേ. നിങ്ങളെല്ലാവരും ധൈര്യപ്പെടുവിൻ. കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ ധൈര്യപ്പെടുവിൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രിയരെ നമ്മോടെല്ലാവരോടും ഈ പുതിയ ആഴ്ചയിലെ എല്ലാ അനുഗ്രഹങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.